ശ്രീ ദാമോദർ പ്രസാദ്, ഈ സിനിമ കീഴടക്കപ്പെട്ടു എന്നൊരു ലേഖനം താങ്കൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും കീഴടക്കപ്പെടുകയാണോ ചെയ്തിരിക്കുന്നത്? ഇതല്ലാതെ മറ്റു വഴിയില്ല എന്നൊരു അവസ്ഥയിലായിരിക്കില്ലേ ഈ ഖേദപ്രകടനം? ഇന്നത്തെ മോഹൻലാലിൻ്റെ ഖേദപ്രകടനം എന്ന് വിളിക്കുന്ന മാപ്പ്, അത് ഖേദപ്രകടനമാണ്. അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടവരും, പക്ഷേ അദ്ദേഹത്തിന് ആരാധകനും കൂടിയായി ഞാൻ അതിനെ മാപ്പ് എന്ന് പറയാം. അതിലൊരു ഭാഗം വായിക്കാം. എമ്പുരാൻ സിനിമയുടെ ആവിഷ്കാരത്തിൽ കണ്ടുവന്ന ചില രാഷ്ട്രീയ സാമൂഹ്യ പ്രമേയങ്ങൾ എന്നെ സ്നേഹിക്കുന്നതിൽ കുറേ പേർക്ക് വലിയ മനോവിഷമം ഉണ്ടാക്കിയത് ഞാൻ അറിഞ്ഞു. ഒരു കലാകാരൻ നിലയിൽ എൻ്റെ ഒരു സിനിമയും ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തോടോ ആശയത്തോടോ മതവിഭാഗത്തോടോ വിദ്വേഷം പുലർത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് എൻ്റെ കടമയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ടവർക്കുണ്ടായ മനോവിഷമത്തിൽ എനിക്കും എമ്പുരാൻ ടീമിനും ആത്മാർത്ഥമായ ഖേദമുണ്ട്. ഇതാണ് പറയുന്നത്. ആരുടെ മനോവിഷമമാണ് ഉണ്ടായത്? അത് വല്ല ഐഡൻറ്റിഫൈ ആണ്. ശരിയാണ്, RSSും BJPയും അവരുടെ വ്യത്യസ്ത അഭിപ്രായം പറഞ്ഞ സിനിമയെക്കുറിച്ച് രൂക്ഷ ഞാനതിന് എനിക്കങ്ങനെ തോന്നിയില്ല. ഏത് മതവിഭാഗത്തെയാണ് എനിക്ക് മനസ്സിലായ കാര്യം. ഏത് മതത്തെയൊന്നും RSS സംഘടനയും ഹിന്ദു മതത്തെയാണ്. ഹിന്ദുമതം വ്യത്യസ്തമാണല്ലേ, അത് വ്യത്യസ്തമല്ല. രണ്ടാമത്തെ കാര്യം, ഇതിൻ്റെ അകത്ത് RSSും അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞോട്ടെ, വിമർശിച്ചോട്ടെ. പക്ഷേ ഇവരുടെ അകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ഈ സിനിമ പുറത്തിറങ്ങിയതിന് ശേഷം മോഹൻലാലിൻ്റെ ഒരു പ്രൊമോഷൻ വീഡിയോ, നിങ്ങൾ ഈ സിനിമയെ വന്നൊരു പ്രൊമോഷൻ വീഡിയോ ഓർക്കുകയാണ്. അതിൽ മോഹൻലാൽ പറയുന്നുണ്ട്, ഇതിനു മുമ്പ് ഞാൻ പല രാഷ്ട്രീയ സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട്. 20-ാം നൂറ്റാണ്ട് അഭിനയിച്ചിട്ടുണ്ട്, ഭൂമി രാജാക്കാരെ അഭിനയിച്ചിട്ടുണ്ട്, രാജാവിൻ്റെ മകനെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഈ സിനിമകളൊക്കെ തന്നെ രാഷ്ട്രീയ പ്രസ്ഥാനം, അന്നത്തെ മുഖ്യമന്ത്രിയും അന്നത്തെ പശ്ചാത്തലങ്ങളൊക്കെ അതിൻ്റെ അകത്ത് വരുന്നുണ്ട്. അന്ന് ആരെയും പ്രതിഷേധിച്ചിരുന്നു. ഇത് റീഎഡിറ്റ് ചെയ്യാൻ നിർബന്ധപ്പെട്ടു മോഹൻലാൽ. അപ്പോൾ RSSനെയും BJP, അപ്പോൾ ഇതിൻ്റെ അകത്ത് സെൽഫ് സെൻസർഷിപ്പ് ആണോ എന്ന് ചോദ്യമുണ്ട്. സെൽഫ് സെൻസർഷിപ്പ് എന്ന് വിളിക്കുന്നത് നമ്മുടെ BJPയുടെ പ്രതിനിധി ശ്യാമരാജ് പറഞ്ഞത് സെൽഫ് സെൻസർ, അതായത് അത് തന്നെ തെറ്റാണ്. പക്ഷേ അതിൻ്റെ അകത്തൊരു സെൽഫുണ്ട്. സെൽഫ് സ്വയം തീരുമാനിച്ചിരിക്കുക. ഇത് കമ്പൽഡ് സെൽഫ് സെൻസർഷിപ്പ്, നിർബന്ധിതമായിട്ടുള്ള സ്വയം എഡിറ്റ് ചെയ്യാൻ നിർബന്ധമായ സാഹചര്യം. കമ്പൽ, അത് നാണക്കേടാണ്. മോഹൻലാൽ മീറ്റു നമ്മുടെ ഈ അമ്മയെ ബന്ധപ്പെട്ട് മീറ്റു പ്രശ്നങ്ങളുടെ സമയത്ത് ഒഴിഞ്ഞു പോയില്ലോ, ഒരു അഭിപ്രായ പ്രകടനം തയ്യാറായില്ലോ, എത്ര നാൾ മാറിയിരുന്നു. മാധ്യമപ്രവർത്തക ചോദ്യത്തിന് എനിക്കൊന്ന് ഉത്തരം പറയാനുണ്ടെന്ന് പറഞ്ഞു. അതായത് മൂർത്തമായ ഉത്തരം പറയേണ്ട ഒരു സാഹചര്യം. തൻ്റെ സഹപ്രവർത്തകർക്കെതിരെ കേസൊന്നും മിണ്ടിയില്ലല്ലോ. പക്ഷേ ഇന്ന് വലിയ അഭിപ്രായം. എന്തുകൊണ്ട്? മാത്രമല്ല, ഇതിനകത്ത് വലിയ ചതിയുണ്ട്. കാര്യം, ഈ സിനിമ എഴുതി പ്രദർശനം കഴിഞ്ഞു. 3 ദിവസം വരെ വൻതോതിൽ ആൾക്കാർ കയറി വിജയിപ്പിച്ചു. ഈ വിജയിപ്പിച്ച ആൾക്കാരെ വിഡ്ഢികളാണോ? അദ്ദേഹത്തിൻ്റെ ആരാധകർ തന്നെയല്ലേ പോയത്? രാവിലെ 6 മണിക്കും രാത്രി 12 മണിക്കും സിനിമ കാണാൻ പോയി ആരാധകർ അവരൊക്കെ വഷളന്മാരും വിഡ്ഢികളാണെന്നാണ് മോഹൻലാൽ വിചാരിച്ച്. അവരുടെ സമീപനം നാളെ എന്തായിരിക്കും? അവർ തുടർന്ന് മോഹൻലാലിൻ്റെ സിനിമ ഇനി ബഹിഷ്കരിക്കേണ്ട സ്ഥിതിയിലേക്ക് എത്തണോ, അതോ കാണാതിരിക്കണോ? അങ്ങനെ ചെയ്യില്ലാതിരിക്കണം. കാര്യം അത് മോഹൻലാലിനെ സംബന്ധിച്ചുള്ള അങ്ങനെ നമ്മൾ ആരും ചെയ്യില്ല. പക്ഷെ അവരുടെ സമീപനം എന്താണ്? അപ്പോൾ ആരെയാണ് വ്രണപ്പെടുത്തിയത്? അപ്പോൾ കമ്പൽഷൻ ഉണ്ട്. അത് തുറന്നു പറയണം, ഞങ്ങൾ കമ്പല്ല, അതായിരുന്നു വേണ്ടി. ഇവിടെ സംഭവിച്ച സാഹചര്യം എന്ന് പറഞ്ഞാൽ, RSS ഓർഗനൈസർ കൃത്യമായി വിമർശനം ഉന്നയിച്ചു. BJP നേതാക്കളും ആദ്യഘട്ടത്തിൽ ഇപ്പോൾ സംഭവിച്ചെന്താണ്, BJP അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിൽക്കുന്ന, നേരത്തെ അദ്ദേഹം സൂചിച്ച പോലെ എല്ലാ കേരള സ്റ്റോറി വിമർശിച്ച പോലെ അവരും വിമർശിച്ചു, ഞങ്ങളും വിമർശിച്ചു. പക്ഷേ ഞങ്ങളാരും മെക്കെട്ട് കയറിയിട്ടില്ല. പക്ഷേ ഈ പരോക്ഷമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള നമുക്കറിയാം. ഇതിൻ്റെയൊക്കെ തന്നെ പൊളിറ്റിക്കൽ ടൂൾസ് കാണുന്നുണ്ട്. NIA ED പൊളിറ്റിക്കൽ ടൂൾസാണ് നമുക്കറിയാം. ഈ സിനിമയ്ക്ക് തന്നെ കാണുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കമ്പൽഷൻ വരെ പുറത്തുണ്ടായിരുന്നുള്ളത് ഇവരായിരുന്നു പറയേണ്ടിയിരുന്നത്. അത് പറയാതെ BJPക്കും അവർക്ക് ഈ സ്വാതന്ത്ര്യത്തിൻ്റെ വക്താക്കളാവാൻ അവസരം കൂടി കൊടുത്തു. എന്ന് വെച്ചാൽ ഈ കമ്പൽഷനുള്ള കാര്യം തുറന്നു പറഞ്ഞില്ല. അങ്ങനെയാണ് വേണ്ടത്. ഇത് എഡിറ്റ് ചെയ്യപ്പെടാമായിരുന്നു, അല്ലെങ്കിൽ സിനിമ പിൻവലിക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ അതിലേക്ക് സാഹചര്യത്തിന് പകരം ഇവർ സ്വയം കീഴടങ്ങി. അതിനാണ് കീഴടങ്ങൽ എന്ന് പറയുന്നത്. അതായത് ഇവിടെ ഇപ്പോഴും RSSും BJPക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താണ്? ഞങ്ങൾ വിമർശനം ഉന്നയിച്ചു, നിങ്ങൾ നേരത്തെ അദ്ദേഹം ചോദിച്ച പോലെ നിങ്ങൾ വിമർശനം ഉന്നയിച്ചില്ലേ കേരള സ്റ്റോറിക്കെതിരെ? അതുപോലെ ഞങ്ങൾ വിമർശനം ഉന്നയിക്കുന്നു. പക്ഷേ ആ നിലയിൽ അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം വക്താക്കളാവാനും പറ്റി. അതേസമയം തന്നെ റീഎഡിറ്റിങ്ങിന് ഈ സിനിമ ഇതേയാവും ചെയ്തു. അങ്ങനെ മലയാള സിനിമയോടും മലയാള സിനിമയിലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തോടും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരോടും കൊടും ക്രൂരതയാണ് ഈ സിനിമ പ്രവർത്തകർ ചെയ്യുന്നത്. അത് ഗോകുലഗോപാൽ ഉത്തരവാദിയാണ്, മോഹൻലാൽ ഉത്തരവാദിയാണ്, പൃഥ്വിരാജ് ഉത്തരവാദിയാണ്, മുരളി ഉത്തരവാദിയാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. കാര്യം, പ്രേക്ഷകരെ വഞ്ചിക്കായിരുന്നു അവർ ചെയ്തത്. കാര്യം, ഈ സിനിമ മുഴുവൻ പ്രദർശിപ്പിച്ചിട്ട് ഇത്രയും ആൾക്കാർ കയറി വിജയിപ്പിച്ച പടം ഈ പറയുന്നത് പോലെ ആ സിനിമയിലെ ഒരു രംഗത്തിലെ പോലെ തന്നെ കേന്ദ്ര ഏജൻസി വരും, കണക്കൊക്കെ സൂക്ഷിച്ചു വെച്ചോളൂ എന്നൊരു ഭയപ്പെടുത്തൽ ഉണ്ടായാൽ സ്വാഭാവികമായും ഈ തരത്തിൽ വലിയ ബിസിനസ്സുകൾ നടത്തുന്നവർക്ക് ഇത്തരത്തിലുള്ള ആശങ്ക ഉണ്ടാകും. അല്ലെങ്കിൽ മുന്നോട്ടുള്ള പോക്കിനെ ഓരോ ഘട്ടത്തിലും ബുദ്ധിമുട്ടിക്കുന്ന തരത്തിൽ പോയാൽ ആ ബിസിനസ് അത്ര നല്ല ഭംഗിയായി പോവില്ലല്ലോ. ആ ആശങ്കയും ഭയവും അവരെ സംബന്ധിച്ചുണ്ടാകുമല്ലോ. അതായിരിക്കാം ഒരുപക്ഷെ സംഭവിച്ചിട്ടുണ്ടാകുക. ഇത് ഇവിടെ നിന്നുള്ള ഭീഷണിയല്ല, അത് അങ്ങ് ഡൽഹിയിൽ നിന്ന് വന്നിരിക്കുന്ന ഭീഷണിയാണ് എന്ന് തന്നെയാണ് മനസ്സിലാക്കാനാകുന്നത്. അത് നമുക്കെല്ലാവർക്കും അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യമാണ്. കാര്യം, ഓർഗനൈസർ ഒരു പത്രം
മലയാളത്തെ സിനിമയെക്കുറിച്ച് ഒന്നോ രണ്ടോ ആർട്ടിക്കിൾ എഴുതി കഴിഞ്ഞാൽ ഏത് നിലയിൽ RSS അതിനെക്കുറിച്ച് ചിന്തിച്ചു എന്നുള്ളത് നമുക്കറിയാം. ഇത് ഒരു കാര്യം, ഇത് ആദ്യത്തെ അനുഭവം എന്നല്ല, നമുക്കറിയാം. വളരെ മുമ്പ് തന്നെ ഇതിനെക്കുറിച്ച് ഇത് വാജ്പേയിയുടെ കുറിച്ച് KT കുഞ്ഞുകണ്ണൻ പറഞ്ഞൊരു കാര്യം കൊണ്ട് പറയണം. ആ കാലത്ത് ദീപാ മേത്തയുടെ വാട്ടർ എന്ന സിനിമ മുരളി മനോജ് ജോഷിയായിരുന്നു സാംസ്കാരിക വകുപ്പ് മന്ത്രി. അന്ന് ഷൂട്ട് ചെയ്യാൻ പോയി നിശ്ചയിച്ചൊരു കഥ നമുക്കെല്ലാവർക്കും അറിയാം. ദീപാ മേത്തയുടെ വാരണാസിയിലെ വിധവകളെക്കുറിച്ചിട്ടുള്ള, കാശിയിലെ വിധവകളെക്കുറിച്ചുള്ള വാട്ടർ എന്ന സിനിമ ഒരു കുറേ ഉണ്ട്. പക്ഷേ നമ്മൾ വേറൊരു കാര്യം കൂടി ആലോചിച്ച് നോക്കണം സ്മൃതി. തൊട്ടപ്പുറത്ത് മഹാരാഷ്ട്രയിൽ ചാവ എന്ന് പറഞ്ഞ സിനിമയിൽ വന്നു. ചാവ വർഗീയ വിദ്വേഷം സൃഷ്ടിച്ചു, അവിടെ കലാപം ഉണ്ടായി. ഈ സിനിമ എമ്പുരാൻ എന്ത് കലാപമാണ് കേരളത്തിൽ ഉണ്ടാക്കിയത്? ആരെയും പറഞ്ഞു തരട്ടെ, എന്ത് കലാപം? ഒരു കലാപം ഉണ്ടാക്കിയിട്ടില്ല. ഒരുപാട് പേര് ആസ്വദിക്കുകയും സന്തോഷിക്കുകയും അതിൻ്റെ അകത്ത് രാഷ്ട്രീയം ചർച്ച ചെയ്യുകയും ചെയ്തത്. അല്ല, വിമർശനം ഉണ്ടായിരിക്കും. എല്ലാ സിനിമകളും വന്നാൽ വിമർശനം ഉണ്ടാവും, രാഷ്ട്രീയ വിമർശനം ഉണ്ടാവും, അതുണ്ടായിക്കോട്ടെ. പക്ഷേ ചാവ എന്ന സിനിമ സൃഷ്ടിച്ചെന്താണ്? വർഗീയ വിദ്വേഷവും വർഗീയ കലാപവും ഈ സിനിമ സൃഷ്ടിച്ചോ? എന്നിട്ട് അത് റീ എഡിറ്റ് ചെയ്തോ? അത് റീ എഡിറ്റ് ചെയ്ത് വന്നോ? അത് വീണ്ടും പ്രദർശിപ്പിക്കുകയല്ലേ ചെയ്തത്? അപ്പോൾ ഇതെല്ലാം നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയെക്കുറിച്ചുള്ള സിനിമകൾ ഇവർ തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. അത് റീ എഡിറ്റിന് വന്നോ? എതിർപ്പുണ്ടായിരുന്നല്ലോ, റീ എഡിറ്റ് ചെയ്തോ? അപ്പോൾ റീ എഡിറ്റ് ചെയ്യുന്നതിന് പിന്നെ ഒരു പൊളിറ്റിക്സ് ഉണ്ട്. ആ പൊളിറ്റിക്സ് നമ്മുടെ മുമ്പിൽ ദൃശ്യമായിരിക്കില്ല, പക്ഷേ ഇവർക്കെല്ലാം അറിയാം. പക്ഷേ അപ്പോഴും ഞാൻ പറയും, കലാകാരൻ ഈ വിപണിക്കകത്തു നിന്നാണ് ഇവർ പ്രവർത്തിക്കുന്നത്. ഈ വാണിജ്യ സിനിമയുടെ വിപണിയുടെ ലോകത്തകത്തു നിന്നാണ് ഗോകുലം ഗോപാലും മോഹൻലാലൊക്കെ പ്രവർത്തിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു കലാകാരൻ നിലയ്ക്ക് അവർക്ക് അതിനോട് പ്രതിഷേധിക്കേണ്ട ആംബിയർ മിനിമം വേണമായിരുന്നു. അതില്ലാത്തതുകൊണ്ട് പിന്നെ എന്ത് വീരശൂര പറക്കാണ് ഈ സ്ക്രീനിൻ്റെ പുറത്ത് കാണിക്കുന്നത്? നമുക്ക് മുമ്പേ അറിയാം ഈ വീരശൂരത്തൊന്നും കയ്യിലില്ല എന്നുള്ളത്, വെറുതെ അഭിനയം മാത്രമേ. ഈ സിനിമയുടെ ബേസിക്കായിട്ടുള്ള ഇത് സിനിമ റീ എഡിറ്റ് ചെയ്തൊന്ന് സംഭവിക്കുക വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ എമ്പുരാനിൽ കാണിക്കുന്ന ഒരു ഓവർസൈസ്ഡ് ഈ ഹീറോയിൻ്റെ ഇമേജ് ഉണ്ട്, ഒരു ഹൈപ്ഡ് ഇമേജ്, അതൊക്കെ പൊട്ടിച്ചാമ്പലായില്ലേ? ഇനി എങ്ങനെ ഒരു ഹീറോ വേഷം വെച്ച് വരും? ഇത്ര ദുർബലമായ രീതിയിൽ കീഴടങ്ങി കഴിഞ്ഞാൽ, ഇത്ര ദുർബലമായി. അപ്പോൾ കീഴടങ്ങുന്നതിൻ്റെ പിന്നെ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം കീഴടങ്ങി മലയാള സിനിമ, അത് മലയാള സിനിമയെ ബാധിക്കുന്നുണ്ട്. നാളെ എല്ലാവരും തന്നെ. പിന്നെ മറ്റൊരു കാര്യം, ഇവർ റീ എഡിറ്റിങ്ങിനെ കുറിച്ച് പറയുന്ന വാദം, ഈ സിനിമ സാമാന്യ ബുദ്ധി അനുസരിച്ച് നമുക്കറിയാം, ഈ സിനിമ ആദ്യമേ ഇവർ പ്രിവ്യൂ ചെയ്യുന്ന സമയത്ത് സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ച് ഷൂട്ട് കഴിഞ്ഞ് അതിൻ്റെ ഔട്ട് ഇറങ്ങിയതിന് ശേഷം ഇവർ പ്രിവ്യൂ ചെയ്യുമ്പോൾ ഇവരിതൊക്കെ പരിശോധിക്കേണ്ടാവണമല്ലോ. അപ്പോൾ അന്നില്ലാത്ത അപ്പോൾ ഇവർക്ക് എന്താണ് ഇതിൽ മാറ്റേണ്ട രംഗങ്ങൾ? അല്ല, ഇവർക്ക് തന്നെ അറിയേണ്ടമായിരുന്നല്ലോ. ഇവർക്ക് തന്നെ കോൺസിക്വൻസ് കുറിച്ച് ഏതൊരാൾ സിനിമ ചെയ്യുമ്പോൾ കോൺസിക്വൻസ് കുറിച്ച് ആലോചിക്കും. അപ്പോൾ എന്തുകൊണ്ട്? അപ്പോൾ ഈ ഒരു ഡബിൾ സ്റ്റാൻഡേർഡ്സ്, ഇരട്ടത്താപ്പാണ് ഇവരുടെ കയ്യിലുള്ളത്. അപ്പോൾ മോഹൻലാൽ സത്യം പറഞ്ഞാൽ എക്സ്പോസ് ചെയ്തു. ഈ കേന്ദ്ര മാപ്പാണ്, നാണം കെട്ട വിധത്തിലൊരു മാപ്പ് പറയേണ്ട സ്ഥിതി ഉണ്ട്. അത് ഒരുപക്ഷെ മലയാളത്തിൽ പ്രേക്ഷകർ നിഷേധിക്കുന്ന തുല്യമാണ്. പ്രേക്ഷകരുടെ ഈ സിനിമ വിജയിപ്പിച്ച, മോഹൻലാലിനെ മനസ്സിൽ നെഞ്ചേറ്റി കിടക്കുന്ന ഈ RSSന്റെ പ്രവർത്തകർ മാത്രമല്ലോ, എത്ര ആൾക്കാരുണ്ട്. പറയുന്നതും സമ്മർദ്ദത്തിലുള്ള മാപ്പ് പറച്ചിലും രണ്ടും രണ്ടാണല്ലോ. ഈ സമ്മർദ്ദത്തിന് അടിപ്പെട്ട് ആളുകൾക്ക് ഇങ്ങനെ ഖേദപ്രകടനം നടത്തേണ്ടി വരുന്ന രൂപത്തിലേക്ക് ആ സമ്മർദ്ദം ഉയർത്തി കൊണ്ടുവരാൻ ഏത് തലത്തിലേക്ക് വരെ എത്തിക്കാൻ കഴിയും? അത് നമ്മുടെ വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. സ്മൃതി, അത് ഞാൻ അംഗീകരിക്കുന്നു, ശരിയാണ്. ആ സമ്മർദ്ദത്തിൻ്റെ വലിയ പ്രശ്നമുണ്ട്. പക്ഷേ ആ സമയത്ത് സമ്മർദ്ദ പ്രശ്നം ഇവിടുത്തെ എത്രയോ ആൾക്കാർ, എത്രയോ രാഷ്ട്രീയ സംഘടന പിന്തുണയ്ക്കുന്നില്ല ഇവരെ. ഒരു സംഘടന മാത്രമല്ലോ, എത്രയോ രാഷ്ട്രീയ സംഘടന, കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ സംഘടനകളും ഇവിടുത്തെ മനുഷ്യരൊക്കെ ഈ സിനിമയെ പിന്തുണയ്ക്കുന്നില്ല. ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി എന്നതാണ് ആ ശക്തി, ആ കരുത്തിലാണ് ഭീഷണി വരുന്നത് എന്നുള്ളതാണ്. Debate with Smriti Parathikkad.